വാറിലിത് വാർലൈറ്റ് അല്ലിത് AVRS. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ റഫറിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുതിയ സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ ഇന്ത്യൻ ലീഗിൽ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ ISL മിസ്റ്റേക്സ്, റഫറിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൂടി വരുന്നൊരു സാഹചര്യമാണ്. അത് മെജോറിറ്റി ഓഫ് മാച്ചസിൽ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ മത്സര ഫലം തന്നെ മാറ്റിമറിക്കുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കല്യാൺ ജോബി എന്ന് പറയുന്ന AFFൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം റഫറിങ് കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഈ വർഷം അവസാനമോ മറ്റോ. അപ്പം അതിലൊരുപാട് ഡിസിഷൻസുമായിട്ടൊക്കെ ഇത് ചെയ്തിട്ട് ഡിസ്കഷൻസ് ഒക്കെ വന്നിരുന്നു. അപ്പം ഇതിന് പിന്നാലെയാണ് ഇങ്ങനൊരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഇന്ത്യൻ ഫുട്ബോൾ വഴി തന്നെ പുറത്തേക്ക് വരുന്നത്. ഈ AVRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ വീഡിയോ റിവ്യൂ സിസ്റ്റം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പങ്കാളിയാകാനുള്ള ഒരു സാധ്യത പരിശോധിക്കാനായിട്ട് AFF IFABക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പം IFAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ്, അതായത് ഫുട്ബോൾ ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോർഡാണ്. AVRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൊക്കെ പോലെ തന്നെ ഒരു റഫറീസിനെ സഹായിക്കാനുള്ള, റഫറീസിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാനൊക്കെയുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ്. ഇപ്പം VAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിലവ് അധികമുള്ളതാണ്. അതായത് ഒരു മത്സരത്തിന് തന്നെ ഏതാണ്ട് 18 മുതൽ 20 ലക്ഷം രൂപ വരെയൊക്കെ ചിലവ് വരും എന്നുള്ളതാണ് പറയുന്നത് VARൻ്റെ ഒരു കാര്യത്തിൽ. അതുപോലെ വർഷത്തിൽ 20 കോടിക്ക് മുകളിലൊക്കെ ചിലവ് വരും എന്നുള്ളതാണ്. അത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചിലവേറിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഒരു ലീഗ് ഇപ്പോഴും ഒന്ന് സ്റ്റേബിളായിട്ട് വന്നിട്ടില്ല. അപ്പം അഡീഷണൽ ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. VARൻ്റെ ഒരു സെറ്റപ്പ് അറിയാമല്ലോ, റഫറീസിന് VAR റൂമിൽ നിന്നാണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പിന്നീട് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉള്ളത്. അപ്പം ഈ AVRS എന്ന് പറയുമ്പോഴത്തേക്കും AI വഴിയും അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റഫറിക്ക് അസിസ്റ്റൻസ് ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ബ്രോഡ്കാസ്റ്റ് ഫീഡ് ചെക്ക് ചെയ്തിട്ട് അത് അവലോകനം നടത്തി റഫറീസിന് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ AVRS എന്ന് പറയുന്ന സംഭവമൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ടെക്കീസൊക്കെ ഉണ്ട്. അവർ വഴിയൊക്കെ ഇത് എത്രത്തോളം ഫലപ്രദമാക്കി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നുണ്ടാകുക എന്നുള്ളതാണ്. അപ്പം റഫറീസിൻ്റെ മിസ്റ്റേക്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങനൊരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്പർ 1, IFABയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഡിസിഷൻ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കണ്ടു, ഇത് ISL പ്ലേ ഓഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സൂപ്പർ കപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിനായിട്ട് റഫറീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ള തരത്തിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് അപ്പം അത് പെട്ടെന്ന് ഐ തിങ്ക് ഈ ഒരു സീസണിൽ സാധ്യമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ഡയറക്റ്റും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ചിലപ്പം ആദ്യം നടക്കുന്ന പോലെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കപ്പ് ഒക്കെ ഉള്ള ടൂർണമെൻറ്റിൽ അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനേക്കാൾ പ്രധാനമാണ് ഈ പറഞ്ഞ പോലെ റഫറീസിനെയൊക്കെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ വന്നാൽ പോലും റഫറീസ് ഡിസിഷൻസിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ മിസ്റ്റേക്സിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുമെന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. കാരണം VAR ഉള്ളിടത്ത് പോലും നമുക്കറിയാം, പ്രീമിയർ ലീഗിൽ പോലും VAR ഉണ്ട്. അവിടെ എത്രത്തോളം വലിയ മിസ്റ്റേക്സ് ആണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഒരു കാര്യം, മിസ്റ്റേക്സിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളൊരു കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോഴും നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് റഫറീസിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അതിൻ്റെ ഒരു എണ്ണം മറ്റൊരു സൈഡിൽ ഈ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി തേടുക. അതും കുറഞ്ഞ ചിലവിൽ എങ്ങനെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, നിലവിലെ സാഹചര്യത്തിൽ അതങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു AVRS വന്നു കഴിഞ്ഞാൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇത് നമുക്കറിയാം അടുത്ത സീസണിലേക്കൊക്കെ വരുന്ന സമയത്ത് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം റഫറീസ് മിസ്റ്റേക്സ് കൊണ്ട് ഉറപ്പായും നമ്മളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.